الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تخزي يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم സ്നേഹമുള്ള വിശ്വാസിനികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പൂർണ്ണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കാനും ഈമാനോടെ മരിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അവരെ ആദരിക്കുമാറാകട്ടെ. നാടും വീടും പരിസരവുമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങി തയ്യാറായി കാത്തു നിൽക്കുകയാണ്. വരുന്ന വിശുദ്ധമായ ദിനരാത്രങ്ങളെ ആഫിയത്തോടുകൂടി സ്വീകരിച്ച് നല്ല നിലയിൽ യാത്രയയക്കാൻ അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പരിസരങ്ങളിൽ എല്ലാവരും ഒരേ ലക്ഷ്യത്തോടുകൂടിയല്ല റമദാനിനെ കാത്തിരിക്കുന്നത്.
നമുക്കറിയാം, ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ഇതര മത ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവർ പോലും റമദാനിനെ കാത്തിരിക്കുന്നുണ്ട്. മാർക്കറ്റിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരൊക്കെയും റമദാനിനെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാത്തിരിപ്പിന്റെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണ്. ചില വസ്തുക്കളുടെ, ചില വിഭവങ്ങളുടെ കച്ചവട സാധ്യത കൂടുന്ന ഒരു സമയമാണ് റമദാൻ എന്ന നിലക്ക് അതിനെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നാം റമദാനിനെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഏതൊരു ലക്ഷ്യത്തോടുകൂടിയാണ്? പടച്ച റബ്ബ് തൗഫീഖ് ചെയ്താൽ ഒരാഴ്ച പോലും അകലെയില്ലാതെ അടുത്തു നിൽക്കുന്ന റമദാനിനെ നമ്മൾ കാത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മളിങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ സ്വർഗപ്രവേശനം നമ്മുടെ ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നരകത്തിൽ നിന്ന് മോചിതരാവുക, രക്ഷപ്പെടുക നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. തിന്മകളോട് അകന്നു നിൽക്കണം, തിന്മയില്ലാതെ ജീവിക്കണം. വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആഗ്രഹമാണത്. നന്മ നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കണം നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയുമാണ്. എല്ലാ തിന്മകൾക്കും വഴി കാണിച്ചു തരുന്ന ശൈത്താനിനോട് അകലം പാലിച്ച് ജീവിക്കുന്ന ഒരു ഈമാനികമായ ജീവിതം ഉണ്ടാകണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഒരാഗ്രഹമാണ്. അല്ലാഹു നമ്മുടെ അത്തരം ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലക്ഷ്യങ്ങളെ എല്ലാം നേടിയെടുക്കുക എന്നതാണ് റമദാൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു അവസരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓരോ റമദാനിന്റെ വരവിലും നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതാണ്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിന്റെ ആദ്യത്തെ രാവിലേക്ക് പ്രവേശിച്ചാൽ, ശഅബാനിന്റെ അവസാനത്തെ ദിവസവും കഴിഞ്ഞ് അതിന്റെ മഗ്രിബായി റമദാനിന്റെ ആദ്യത്തെ ആ രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ, സുഫിദത്തി ശയാത്തീൻ വ മറദത്തുൽ ജിന്ന്, ശൈത്താൻമാർ ബന്ധനസ്ഥരാകും. ജിന്നുകളുടെ കൂട്ടത്തിലെ മല്ലന്മാരായവരെ അല്ലാഹു ബന്ധനസ്ഥരാക്കി വെക്കും. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. ആ നരക കവാടങ്ങളിലെ ഒരു വാതില് പോലും തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലർക്ക തുറന്നു വെക്കും. അതിലെ ഒരു കവാടം പോലും അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദി, വിളിച്ചു പറയുന്ന ഒരു വെളിയാളം അവിടെ ഉണ്ടാകും. യാ ബാഗിയൽ ഖൈർ, അല്ലയോ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന മനുഷ്യരെ, അഖബിൽ, ആ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക. യാ ബാഗിയൽ ശർ, തിന്മ കൊതിക്കുന്ന തിന്മയുടെ ആളുകളായി പ്രവർത്തിക്കുന്നവരെ അഖസിർ, നിങ്ങളുടെ ആ പണി നിർത്തി നിങ്ങൾ പിറകോട്ട് പോവുക. ഓരോ രാവിലും ധാരാളം കണക്കിന് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. സഹോദരങ്ങളെ, എന്താണോ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും ആഗ്രഹവും സ്വപ്നവും പ്രാർത്ഥനയുമായി കൊണ്ടു നടക്കുന്നത്, അതെല്ലാം ഒന്നിച്ചു നേടിയെടുക്കാൻ കഴിയുന്നതാണ് റമദാൻ എന്നതാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. 5 കാര്യമാണല്ലോ പറഞ്ഞത്. നമ്മുടെ ശത്രുവായ, നമ്മെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശൈത്താനെ കെട്ടിയിട്ട് നാം പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിയായി കൊതിക്കുന്ന സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച് ഒരു നിമിഷം പോലും അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട് നന്മയുള്ള ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് അതിന് അവസരം തന്ന് തിന്മയുടെ ആളുകളോട് അവസാനിപ്പിക്കാനുള്ള വിളിയാളുണ്ടായി നരകത്തിൽ നിന്ന് ധാരാളം മനുഷ്യർ മോചിതരായിട്ടാണ് ഓരോ റമദാനും കടന്നു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, മറ്റു ചില ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയും റമദാനിന് ധാരാളം പ്രത്യേകതകളുണ്ട്, നമുക്കറിയുന്നതാണ്. അതിലേറ്റവും പ്രധാനം, ലോകാവസാനം വരെ അള്ളാഹു തന്നെ സംരക്ഷണം ഏറ്റെടുത്ത
ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ മാസത്തെയാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. അപ്പോൾ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം മാത്രവുമല്ല, 1080 ചില്ലാനം വർഷങ്ങളുടെ പുണ്യം ഒരു രാവ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന നിർണയത്തിന്റെ രാവ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ഉത്തമമായ ആ ലൈലത്തുൽ ഖദ്റിന്റെ ദിനം, ആ രാവിലെ അള്ളാഹു നിശ്ചയിച്ചത് ഈ വിശുദ്ധമായ റമളാനിലാണ്. മാത്രവുമല്ല, ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ അത് തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും റമളാൻ ശഹ്റുൻ മുബാറകുൻ. മനുഷ്യരെ, നിങ്ങൾക്ക് അനുഗ്രഹീതമായ റമളാൻ മാസം കടന്നു വന്നിരിക്കുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വ റമളാൻ ഇലാ റമളാൻ. 5 നേരത്തെ നിസ്കാരം, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തു മാ ബൈനഹുന്ന ഇദാ ഇജ്തനബൽ കബായിർ. വൻപാപങ്ങളിൽ നിന്ന് മനുഷ്യർ വിട്ടുനിന്നാൽ അവരിൽ സംഭവിച്ച ചെറുദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള അവസരമാണ് ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഉംറത ഫീ റമളാൻ തഖ്ദി ഹജ്ജ മഅി. എന്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് റമളാനിലെ ഉംറ. സഹോദരങ്ങളെ, 10 നേട്ടങ്ങൾ റമളാൻ എന്ന അനുഗ്രഹീത മാസത്തിന്റെ 10 പ്രത്യേകതയാണ് ഈ ഹദീസുകളിലൂടെ, ആയത്തുകളിലൂടെ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങളോടൊപ്പം ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് കൊണ്ട് അനുഗ്രഹീതമായ ഏറെ അനുഗ്രഹിക്കപ്പെട്ട മാസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഈ മാസത്തിലെ ഉംറക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏതാനും ദിവസം കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇങ്ങനത്തെ അവസരത്തെയാണ് നാട്ടിലെ ഏതെങ്കിലും കച്ചവടക്കാരോ ബിസിനസ്സുകാരോ കാത്തിരിക്കുന്നത് പോലെയുള്ള ഒരു അവസരമല്ല. ഈ പറയപ്പെട്ട പുണ്യങ്ങൾ, ഈ ഒട്ടേറെ പുണ്യങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നേടിയെടുക്കാനാണ് ഞാൻ ഈ അനുഗ്രഹത്തിന്റെ മാസത്തെ കാത്തിരിക്കുന്നത് എന്ന ഒരു ചിന്തയും പ്രതീക്ഷയും പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 സുപ്രധാനപരമായ കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, മൻ സ്വമ റമളാൻ ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈമാനോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ച ഒരാൾ റമളാനിൽ നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ ഒന്ന് പുറത്തു കൊടുക്കും. മറ്റൊരിക്കൽ പറഞ്ഞു, മൻ ഖാമ റമളാൻ ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പ്രതിഫല പ്രതീക്ഷയോടുകൂടി ഈമാനോടുകൂടി ഒരാൾ റമളാനിന്റെ രാത്രി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. മറ്റൊരിക്കൽ പറഞ്ഞു, വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഒരാൾ വിശ്വാസത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് രാത്രി നിസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. സഹോദരങ്ങളെ, ഈ ഹദീസിലെല്ലാം 2 കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈമാനൻ വഇഹ്തിസാബ. ഈമാൻ ശരിയാക്കണം, നമ്മുടെ തൗഹീദ് കറകളഞ്ഞതാകണം. സകല ജാറത്തിനെയും പോവുക, സകലതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുക, നൂലും ചരടും ഐക്യന്റെ മേലസും ഉറുക്കും ഒക്കെ ശരീരത്തിൽ ബന്ധിപ്പിക്കുക, പടച്ചവനല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, എന്നിട്ട് റമളാനിൽ നോമ്പുമെടുത്താൽ രാത്രി നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്റിൽ പ്രാർത്ഥനയോടുകൂടി കഴിഞ്ഞുകൂടിയാൽ പാപം പൊറുക്കാമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഈമാൻ ശരിയാകണം. അല്ലാഹുവിൽ, മലക്കുകളിൽ, പരലോകത്തിൽ, വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ, നബിമാരിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഈമാൻ കാര്യമൊക്കെ ശരിയാകണം. നിനക്ക് പരലോകമുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ചെയ്യണം. രണ്ടാമത് പറഞ്ഞത് വയഹ്തിസാബ. പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യണം. മറ്റുള്ളവരെ കാണിക്കാൻ, നാലാൾ അറിയാൻ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മഹലിൽ ഒരു മുസ്ലിം കുടുംബത്തിലായിപ്പോയില്ല എന്ന് വിചാരിച്ചാകരുത്. പ്രതിഫലം പ്രതീക്ഷിച്ച് നീയത്ത് നന്നാക്കണം. ഇബാദത്തിന്റെ കാര്യത്തിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ പടച്ചവനെ ആരാധിക്കണം. എന്താ ഇഹ്സാൻ? നീ അല്ലാഹനെ ആരാധിക്കണം. ആ റബ്ബിനെ കഅന്നക തറാഹു, നീ ആ റബ്ബിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്കണം. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അവനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇഖ്ലാസോടുകൂടി നോമ്പെടുക്കും. അപ്പൊ ഒറ്റ ജമാഅത്തും നഷ്ടപ്പെടാതിരിക്കും. നാവിന് ശ്രദ്ധ ഉണ്ടാകും, മനസ്സിന്റെ ചിന്തകൾക്ക് ശ്രദ്ധ ഉണ്ടാകും. വിശ്വാസം പറഞ്ഞില്ലേ, ചീത്തയായ വാക്കും പ്രവൃത്തി ഒഴിവാക്കാൻ കഴിയാത്തവൻ വെറുതെ വെള്ളവും ഭക്ഷണം ഒഴിവാക്കണം, നന്നാക്കാൻ ആഗ്രഹമില്ല. നാവ് നിയന്ത്രിക്കാൻ, മനസ്സ് നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ. സോഷ്യൽ മീഡിയയുടെ കാലത്ത് മനസ്സിനെ വല്ലാതെ, മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാലം സോഷ്യൽ മീഡിയ. ഒരു ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ കൊറിയൻ സംഗീതവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടെ പോകരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ 3 ആളുകൾ, 3 സഹോദരിമാർ ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത, അത് കണ്ടിട്ട് ആ വാർത്ത കണ്ട് കേരളത്തിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ആഴ്ചയിലാണ്. അത്രമേൽ മനുഷ്യനെ സോഷ്യൽ മീഡിയ സ്വാധീനിച്ച ഒരു കാലത്ത് എന്റെ കണ്ണിനെ, എന്റെ മനസ്സിനെ, എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, പടച്ചോൻ എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ഇബാദത്ത് എടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് വല്ലാത്തൊരു അവസരമാണ്, മനസ്സു നന്നാക്കാനുള്ള അവസരം. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബഅൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താ? വഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കടമയും പൂർത്തിയാക്കി ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം, പടച്ചോനെ വലാ തുഖ്സിനി യൗമ യുബഅൂൻ, പരലോകത്ത് തന്നെ നിന്നെയാക്കി കളയരുത് റബ്ബേ. ആ ദിവസത്തിന്റെ പ്രത്യേകത മക്കളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഒന്നും നടക്കാത്ത ഒരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, വൃത്തിയുള്ള, രക്ഷപ്പെട്ട, സമാധാനമടഞ്ഞ മനസ്സുമായി കടന്നു വരുന്നവർക്ക് മാത്രം രക്ഷയുള്ള പരലോകം. ഇവിടെ സഹോദരങ്ങളെ, വൃത്തിയുള്ള മനസ്സുണ്ടാകണം. ആ മനസ്സിനെ വൃത്തിയാക്കാനാണ് റമദാൻ. അതുകൊണ്ട് കേവലം ശഅബാൻ കഴിഞ്ഞ റമദാനിലേക്ക് അങ്ങ് ആയപ്പോ നമ്മളും നോമ്പെടുക്കുന്നു എന്നതിന്റെ അപ്പുറം ഒന്നൊരുങ്ങി തയ്യാറായി റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ കാത്തിരിക്കുക. നേരത്തെ പറഞ്ഞ പുണ്യങ്ങളൊക്കെ എനിക്ക് കിട്ടണേ എന്ന പ്രാർത്ഥന ഉണ്ടാകണം. 10 പുണ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ റബ്ബേ എനിക്ക് കിട്ടണം എന്ന പ്രാർത്ഥനയോടുകൂടി റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഏറെ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യത്തിന്റെ അടയാളം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഇന്ന റബ്ബക്കും തബാറക വ തആല റഹീമുൻ, നിങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യമുള്ളവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടയാളം പറയാണ്: മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ അയാൾക്ക് സാഹചര്യം കൊണ്ട് ആ നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അയാൾക്ക് ഒരു നന്മ ചെയ്ത കൂലി അല്ലാഹു രേഖപ്പെടുത്തണം. ഫൈൻ അമിലഹാ കുതിബത് ലഹു 10 ഇലാ 700 ഇലാ അളാഅഫിൻ കസീറ. ഇനി ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചു, അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്താൽ 10 ഇരട്ടിയോ 700 ഇരട്ടിയോ അതിന്റെയും അപ്പുറം ഇരട്ടികളോ പ്രതിഫലം നൽകി അല്ലാഹു അതിനെ സ്വീകരിക്കും. ഇനി വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ഇനി ഒരാൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ പിന്നെ മനസ്സ് നന്നായി വേണ്ട എന്ന് തീരുമാനിച്ചതിൽ നിന്ന് പിന്മാറിയാലും അയാൾക്കൊരു നന്മ അല്ലാഹു രേഖപ്പെടുത്തും. ഫൈൻ അമിലഹാ കുതിബത് ലഹു വാഹിദ ഔ യമുഹാ അല്ലാഹ്. ഇനി അയാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചത് ചെയ്താൽ അല്ലാഹു അതിനൊരു കുറ്റം രേഖപ്പെടുത്തും. ചിലപ്പോൾ പടച്ചറബ് അവന്റെ കാരുണ്യം കൊണ്ടത്
പൊറത്തു കൊടുക്കും. ഒരു നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് സാഹചര്യം കൊണ്ടത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന് കൂലി തരികയും വിചാരിച്ച പോലെ അത് ചെയ്താൽ 700 അതിരട്ടിയോ കൂലി തരികയും ചെയ്യും റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് റമദാൻ കുറിച്ച് പ്ലാനിങ് ഉണ്ടാവണം. ഖുർആൻ ഇത്ര തവണ ഓതി തീർക്കണം, ഒരു സൂറത്തെങ്കിലും ഹിഫ്ളാക്കണം, എനിക്ക് അർത്ഥം പഠിക്കണം, അദ്കാറുകളിൽ ശ്രദ്ധയുണ്ടാകണം, ദുആ നമസ്കാരത്തിൽ വീഴ്ചയില്ലാതിരിക്കണം, എല്ലാ ജമാഅത്തും കിട്ടണം. ചില ആളുകൾക്ക് മഗ്‌രിബ് കിട്ടൂല, ചിലർക്ക് ഇശാ കിട്ടൂല, എല്ലാ 5 നേരത്തെ ജമാഅത്തും എനിക്ക് കിട്ടണം, അവസാനത്തെ 10 കഴിയുന്നത്ര പള്ളിയിൽ ചെലവഴിക്കണം. ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക. ചിലപ്പോൾ ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ നമ്മുടെ പ്ലാനിങ്ങുകൾ മാറും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അല്ലാഹു അതിന് കൂലി തരും. അതുകൊണ്ട് ധാരാളം നന്മകൾ പ്ലാൻ ചെയ്യാൻ, സ്വതക്കയുടെ കാര്യത്തിൽ പ്ലാൻ ചെയ്യാൻ. നമുക്കറിയാം, നമ്മുടെ പള്ളി അനേകം സ്ഥാപനങ്ങളെ സഹായിക്കുന്നതാണ് റമദാൻ. അതിനൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടാവുക, നന്മകൾ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 1500 രൂപയുടെ റമദാൻ കിറ്റിന്റെ കാര്യം കഴിഞ്ഞ 2 ആഴ്ചയും ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മൾക്ക് റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അർഹരായ ആളുകളുടെ കൈകളിലേക്ക് അത് എത്തിക്കണം. അതുകൊണ്ട് പരമാവധി ഇന്ന് നമ്മുടെ ഓഫർ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു എല്ലാ നന്മകൾക്കും നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടുകൂടി റമദാനിനെ സ്വീകരിക്കാൻ പടച്ചറബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗവും ചികിത്സയും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അഅ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅ الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.